പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 3 മണിയോടുകൂടിയാണ് തൃശ്ശൂരിലെത്തുക. പ്രധാനമന്ത്രിക്ക് 2 പരിപാടികളാണ് പ്രധാനമായിട്ടുള്ളത്. ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല. BJPയുടെ 2 പരിപാടികളാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയാണ്. അത് ജനറൽ ആശുപത്രിയിൽ നിന്ന് തുടങ്ങി സ്വരാജ് റൗണ്ടിൽ കൂടി നായ്ക്കനാൽ വരെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോ അരങ്ങേറുക. അതിനുശേഷമാണ് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഏകദേശം 2 ലക്ഷത്തോളം വനിതകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ ഈ 2 പരിപാടിയും BJPക്കും ഏറെ നിർണായകമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അതിനൊരു മുന്നൊരുക്കം എന്ന നിലയിലാണ് കേരളത്തിലെ BJP ഇത്തരത്തിലുള്ള ഒരു വിപുലമായ 2 പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഒരുപക്ഷെ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം കൂടിയാകും ഈ 2 പരിപാടികളും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കങ്ങളാണ് BJP കേരള ഘടകം ഇവിടെ നടത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുക. തൃശ്ശൂരിലെ കുട്ടനെല്ലൂരുള്ള ഗവൺമെൻറ് ഹെലിപ്പാഡിലാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് കാർമാർഗമാണ് അദ്ദേഹം ഈ സ്വരാജ് റൗണ്ടിലേക്ക് വരിക. ഇവിടെയാണ് ഈ സ്വരാജ് റൗണ്ടിൽ നമുക്ക് ഈ കാണാവുന്ന ദൃശ്യങ്ങളൊക്കെ കാണാവുന്ന രീതിയിൽ അദ്ദേഹം ഈ വഴിയാണ് റോഡ് ഷോയുമായി കടന്നു വരിക. അതിനുശേഷമായിരിക്കും ജനറൽ ആശുപത്രിയിൽ നിന്ന് അവിടെ പരിസരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആരംഭിക്കുക. ഈ തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് ജനറൽ ആശുപത്രിയുടെ കവാടത്തിൽ വെച്ച് BJPയുടെ കേരള ഘടകം നേതാക്കൾ വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെതായ കാറിൽ നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹം റോഡ് ഷോ നടത്തുക. 1 കിലോമീറ്ററോളം ദൂരം അദ്ദേഹം റോഡ് ഷോ നടത്തും. അതുകൊണ്ട് തന്നെ നഗരത്തിലാകെ ഇന്ന് വലിയ വിപുലമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിൻ്റെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ SPG നേരിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP പ്രവർത്തകർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള BJP പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ മുതൽ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ എല്ലാ പ്രമുഖ നേതാക്കളെല്ലാവരും തന്നെ ഇന്ന് തൃശ്ശൂരിലുണ്ട്. ഈ വനിതാ സമ്മേളനമാണ് BJP ഏറ്റവും ശ്രദ്ധേയമായി കാണുന്നത്. കാരണം ലോക്സഭയിൽ നിയമസഭകളിലൊക്കെ തന്നെ 33% വനിതകൾക്കുള്ള സംവരണ ബിൽ പാസ്സാക്കിയതിന് ശേഷം നടക്കുന്ന വലിയ ഒരു പ്രചരണ പരിപാടിയാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലും ഈ പരിപാടി BJPയുടെ കേരളത്തിലെ പരിപാടി ഏറെ ശ്രദ്ധ നേടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞത് തെക്കേ ഇന്ത്യയിൽ BJPയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നേറുന്നു എന്നുള്ളതാണ്. കേരളത്തിലടക്കം BJP വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു പ്രവർത്തനമാണ് BJP ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം ആളുകൾ, ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള BJP പ്രവർത്തകർ ഇന്ന് തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തും. ഈ റോഡ് ഷോയിലും അതോടൊപ്പം തന്നെ വനിതാ സമ്മേളനത്തിലും BJP പ്രവർത്തകരുടെ വലിയൊരു പങ്കാളിത്തമാണ് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത്. അത് രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള BJP പ്രവർത്തകർ തൃശ്ശൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത് BJP കേരള ഘടകത്തിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായൊരു കാര്യമാണ്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യപൂർവ്വം BJP കേരള ഘടകം വളരെ താല്പര്യപൂർവ്വം കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ സീറ്റിൽ BJP ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന ഒന്നാമത്തെ പ്രഥമ പരിഗണന നൽകുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കും എന്ന രീതിയിലുള്ള പ്രചരണം സജീവമാണ്. BJPയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിക്ക് വേണ്ടി ഇവിടെ ചുവരെഴുത്ത് വരെ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP കേരള ഘടകവും ദേശീയ നേതൃത്വവും വലിയ താല്പര്യത്തോടു കൂടിയാണ് ഈ തൃശ്ശൂരിനെ കാണുന്നത്. അതുകൊണ്ടുകൂടിയാകാം ഈ തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള വിപുലമായ ഒരു 2 പ്രചരണ പരിപാടികൾ നേരത്തെ തന്നെ BJP നേതൃത്വം ആസൂത്രണം ചെയ്തുകൊണ്ട് BJPയുടെ അവിടെ പ്രചരണ പരിപാടികൾ തുടക്കം കുറിക്കുന്നത്. അതിന് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുന്നു. അത്തരത്തിലുള്ള വലിയ ഒരു ക്രമീകരണങ്ങൾ BJP സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും വലിയ താല്പര്യപൂർവ്വമാണ് തൃശ്ശൂരിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം ഈ BJPയുടെ 2 റോഡ് ഷോയിലും സ്ത്രീശക്തി സമ്മേളനത്തിലും ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നഗരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. വാഹന ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കുന്നു. അതോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ SPG ഏറ്റെടുത്തിരിക്കുന്നു. രാവിലെ മുതൽ വലിയ നിയന്ത്രണങ്ങളാണുള്ളത്. പ്രധാനമന്ത്രി 3 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്നാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരുക. 2 പരിപാടിയും വളരെ ആകാംക്ഷപൂർവ്വമാണ് BJP നേതൃത്വവും മറ്റു പാർട്ടികളും ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം തൃശ്ശൂരിൽ BJPയുടെ പ്രവർത്തനം അതിൽ എത്രമാത്രം പങ്കാളിത്തം വരുന്നു എന്ന് മറ്റു പാർട്ടികളും വലിയ താല്പര്യപൂർവ്വമാണ് ഇതിനെ വീക്ഷിക്കുന്നത്.